ഹായ്, CSIR കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അനാലിസിസിൻ്റെ 7ാമത്തെ വീഡിയോ ആണിത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെട്രിക് സ്പേസ് ആണ്. ഞാൻ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ കാർഡിനാലിറ്റി കഴിഞ്ഞാൽ പിന്നെ മെട്രിക് സ്പേസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെട്രിക് സ്പേസിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോകളിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ മെട്രിക് സ്പേസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് സെറ്റുകൾ പരിചയപ്പെടുത്തട്ടെ. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്ന സെറ്റ് നമ്മളെ XY പ്ലെയിൻ, നമ്മുടെ സാധാ പ്ലെയിൻ. ആ പ്ലെയിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഏത് രണ്ട് പോയിൻ്റ് PQ എടുത്തോ, ഇനി ടേക്ക് എനി പോയിൻ്റ് P and Q, അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഒരു അകലല്ലേ, ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ആ ഡിസ്റ്റൻസിൻ്റെ 3 പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തതാണ്. എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തിനാ 3 എണ്ണം മാത്രം എടുത്തെന്നുള്ള ചോദ്യം ഉണ്ടാവും. എന്തിനാ 3 കുറച്ചെടുത്താൽ പോരെ, അല്ലെ 3 കൂടുതൽ എടുത്തു എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാം. ഇനി ഞാൻ ഇപ്പോൾ അതിൻ്റെ 3 പ്രോപ്പർട്ടീസ് ഇവിടെ ലിസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഇടയ്ക്ക് ഇതിനിടയിലെ ഡിസ്റ്റൻസ് ഫ്രം PQ ഞാൻ ഒരു ഷോർട്ട് സിമ്പിൾ ഉപയോഗിക്കട്ടെ. ഇറ്റ് ഈസ് DPQ. ഡിസ്റ്റൻസ് ഫ്രം PQ ഞാൻ ഒരു ഷോർട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, DPQ. അപ്പോൾ നമുക്ക് DPQ പറഞ്ഞാൽ P നിന്ന് Qയിലേക്കുള്ള അകലം. അത് നിങ്ങൾ ഏത് രണ്ട് ഡിഫറെൻറ്റ് പോയിൻ്റ് P and Q ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അകലം ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കില്ലേ? ഷുവർ അല്ല, ഒബ്വിയസ്, നിങ്ങൾക്ക് അറിയുന്ന. നെഗറ്റീവ് നമ്പർ വരില്ല, 0 വരില്ല, ഡിഫറെൻറ്റ് പോയിൻ്റ് ആണെങ്കിൽ അല്ലേ. ഇനി സെയിം പോയിൻ്റ് ആണെങ്കിലോ P നിന്ന് Pയിലേക്കുള്ള അകലം DPP, ഡിസ്റ്റൻസ് ഫ്രം P to P, അതെന്താണ്? 0 ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ഞാൻ ലിസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ പ്രോപ്പർട്ടി P നിന്ന് Qയിലേക്കുള്ള അകലും Q നിന്ന് തിരിച്ച് Pയിലേക്കുള്ള അകലും സെയിം അല്ലേ, ഞാൻ അതും ലിസ്റ്റ് ചെയ്തു എൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട്. മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ P നിന്ന് Qയിലേക്ക് ഡയറക്റ്റ് പോണതിന് പകരം വേറെ ഏതോ ഒരു പോയിൻ്റ് Rലേക്ക് പോയി വിചാരിച്ചോ. എന്നിട്ട് R നിന്ന് Qയിലേക്ക് പോകുമ്പോൾ അകലം കൂടൂലേ ഡയറക്റ്റ് പോണതിനെക്കാട്ടിയും? അതായത് മൂന്നാമത്തെ ഇവിടുത്തെ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം P to Q അതിനേക്കാൾ കൂടും നിങ്ങൾ Rൽ പോയി കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് വൺ. നിങ്ങൾ Rൽ പോയി പിന്നെ Qയിലേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് കൂടും. ഇതാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ XY പ്ലെയിൻ, നിങ്ങൾ സാധാ പ്ലെയിനിൽ R2ൽ നിങ്ങൾ നോക്കുമ്പം കാണുന്ന സംഭവം, അവിടെയുള്ള ഏത് രണ്ട് പോയിൻ്റ് ഇടയിലും ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നൊരു നമ്പറുണ്ട്. ആ നമ്പറിന് ഈ പറഞ്ഞ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാൻ വേറെ സെറ്റിലേക്ക് പോട്ടെ. അടുത്ത സെറ്റ് ഒരു സ്ഫിയറിൻ്റെ ബൗണ്ടറി ഉള്ള പോയിൻറ്റ്സാണ്. നമ്മുടെ ഭൂമിയൊക്കെ എടുക്കാം. അവിടെ ഇതുപോലെ തന്നെ അവിടുത്തെ ആ സെറ്റ് നോക്ക്. ആ സെറ്റിനകത്തുള്ള ഏതെങ്കിലും 2 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഭൂമിയിൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉപയോഗിക്കാറുണ്ടോ? ഉള്ളിൽ കൂടെ തുളച്ചു പോകാറില്ലല്ലോ. ഇവിടെയുള്ള ഈ സ്ഥലത്തുനിന്ന് ഈ സ്ഥലത്തേക്ക് പോകുന്ന ഉള്ളിൽ കൂടെ തുളച്ചു പോകുമല്ലോ. അവിടെ നമ്മളിപ്പോൾ ഒരു എയർ മാർഗറൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിസ്റ്റൻസാണ് ഈ ഒരു ഡിസ്റ്റൻസ്. നമ്മൾ ഇതല്ലാത്ത വേറെ ഒരു ഡിസ്റ്റൻസ് ഉപയോഗിക്കില്ല. അതും ഇവിടെ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ ചെയ്തില്ല. നമ്മൾ റോഡിൻ്റെ ഉള്ളിൽ റോഡ് വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെ ഒരു കൊത്തിലല്ല പോവുക, നേരെയല്ല, ഒന്നുമല്ലാതെ വളഞ്ഞ വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം, ഞാൻ അവിടെ ചെയ്തിട്ടില്ല. ഇനി ഇവിടെ കാര്യങ്ങൾ സിമ്പിളായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ ഒരു ആർക്ക് ലെങ്ത് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതല്ലേ നമ്മൾ എയർ മാർഗമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതാ ഉപയോഗിക്കുക അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ്. ഇതിപ്പോൾ നോക്കുക, ഇവിടെ ആണെങ്കിലും നിങ്ങൾ Q ഇവിടെ എടുത്താലും നിങ്ങൾ ഇങ്ങനെ കാണും. പക്ഷേ നിങ്ങൾ Q ഇവിടെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ വരില്ല, ഷോർട്ടസ്റ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാൻ ഇതല്ലേ ഉപയോഗിക്കുക അല്ലേ. അങ്ങനെ ഷോർട്ടസ്റ്റ് ആർക്ക് ലെങ്ത് ഏതാണോ അതൊരു ഡിസ്റ്റൻസാണ്, ഉപയോഗിക്കാവുന്നതാണ്. അതിനും ഈ പറഞ്ഞ 3 പ്രോപ്പർട്ടി ഉണ്ടാവും. നോക്കുക, ഫസ്റ്റ് സാധനം സിമ്പിളാണ്. ഡിഫറെൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് കൂടും, ആർക്ക് ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഒരേ പോയിൻറ്റിലേക്കാണെങ്കിൽ പിന്നെ ഡിസ്റ്റൻസ് 0 ആയിരിക്കും. രണ്ടാമത്തേത് ഇതാ ഒബ്വിയസ്, ഇങ്ങോട്ടേക്ക് പോകാനും തിരിച്ചങ്ങോട്ട് പോകാനും ഇതേ ആർക്ക് ലെങ്ത്തിലൂടെ പോകുക, അപ്പോൾ സെയിം ഡിസ്റ്റൻസാണ് കിട്ടുക. മൂന്നാമത്തെ ഇതൊരു സ്ഫിയറാട്ടോ, എർത്താ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ P നിന്ന് Qയിലേക്ക് വരുന്നതിന് പകരം വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി പിന്നെ പോകുമ്പോൾ ഡിസ്റ്റൻസ് കൂടൂലേ. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു സെറ്റിലും നിങ്ങൾ കാണുന്നത് ആ സെറ്റിനകത്തുള്ള ഏത് 2 പോയിൻ്റ് PQ എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു ഡിസ്റ്റൻസ് വരുന്ന നമ്പറുണ്ട്. അതിന് ഈ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ വേറൊരു സെറ്റ് പരിചയപ്പെടുത്തുക. ഈ സെറ്റ് എനിക്ക് കിട്ടിയ ടൊറൻസ്റ്റാവിൻ്റെ അനാലിസിസ് എന്ന പുസ്തകത്തിൽ നിന്നാണ്, എൻ്റെ ആ പുസ്തകത്തിൽ നിന്നാണ് കിട്ടിയ സാധനം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്തുള്ള അറ്റ് എ ടൈം ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കമ്പ്യൂട്ടേഴ്സും, ഞാൻ വെറുതെ 2-3 എണ്ണം വെച്ചാൽ അത് ശരിക്കും വലിയൊരു നെറ്റ്വർക്കാണ്. കോടാനുകോടി കമ്പ്യൂട്ടേഴ്സ് ഒരേ സമയം കണക്റ്റഡ് ആയിരിക്കില്ലേ, ആ ഒരു വലിയ നെറ്റ്വർക്ക്. അപ്പോൾ അവിടുത്തെ സെറ്റ് ഏതാ? കമ്പ്യൂട്ടേഴ്സ്. ഇവിടുത്തെ നമ്മുടെ സെറ്റ്, അവിടുത്തെ സെറ്റിലെ എലമെൻറ്റ്സ് കമ്പ്യൂട്ടേഴ്സാണ്. അങ്ങനെ അവിടെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഇടയിലും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ഒരു ഈ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ പാക്ക് പോകണമെങ്കിൽ എത്ര കണക്ഷൻസ് യൂസ് ചെയ്യണം? നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മിനിമം എത്ര കണക്ഷൻസ് യൂസ് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ 1 2 2 കണക്ഷൻ. അപ്പോൾ
ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 points is 2. ഇനി ഇതിൻ്റെ ഇടയിൽ എത്ര കണക്ഷൻ ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ, അത് 1. അങ്ങനെ ഇപ്പോൾ ഈ പോയിൻ്റ് ഇടയിലാണെങ്കിൽ ഇതാ ഏറ്റവും മിനിമം ഉള്ള നോക്കുക. രണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഇടയിൽ ഒരു ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ ഏറ്റവും മിനിമം എത്ര കണക്ഷൻ ഉപയോഗിക്കണം എന്നുള്ളത് നോക്കുക. അതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിട്ടുതരികയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ 3 പ്രോപ്പർട്ടിയും ആ ഡിസ്റ്റൻസിനും ആ കമ്പ്യൂട്ടറിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ആയിട്ട് വെക്കുന്ന ആ നമ്പറിനും ഡിസ്റ്റൻസ് ആയിട്ട് വെക്കണം. എന്താ, രണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഇടയിൽ ഒരു ഡാറ്റ പാസ് ചെയ്യൽ എത്ര കണക്ഷൻ യൂസ് ചെയ്യണം മിനിമം. ഇതിപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഇതും ഉപയോഗിക്കാം, അത് എടുക്കില്ല. മിനിമം എത്ര ഉപയോഗിക്കണം അതും എന്താണ്, ഈ 3 ആ ഡിസ്റ്റൻസിനും ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്ത് കാണാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ മെട്രിക് സ്പേസ് ഡിഫൈൻ ചെയ്യട്ടെ. മെട്രിക് സ്പേസോട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ഇങ്ങനെ, അതായത് ഒരു സെറ്റ് ഉണ്ടാവും ഇവിടെ ഒക്കെ ഉള്ള പോലെ. ആ സെറ്റിൻ്റെ അകത്തുള്ള 2 നമ്പേഴ്സ്, ഏത് 2 നമ്പർ എടുത്താൽ അതിനെ അസോസിയേറ്റ് ചെയ്തോണ്ട് നമ്പർ ഉണ്ടാവും ഇവിടെ ഒക്കെ അല്ലേ, ഡിസ്റ്റൻസ് ഇല്ലേ, ഏത് 2 നമ്പർ എടുത്തിട്ടല്ലേ. അപ്പോൾ ഒരു സെറ്റ് ഉണ്ടാവും, അതിൻ്റെ അകത്തുള്ള ഏത് 2 നമ്പർ PQ എടുത്താൽ അതിനെ അസോസിയേറ്റ് ചെയ്തൊരു നമ്പർ ഉണ്ടാവണം അല്ലേ, ഒരു റിയൽ നമ്പർ ഉണ്ടാവും അല്ലേ. ആ റിയൽ നമ്പറിന് ഈ 3 പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഏതൊരു സെറ്റിനെയും നമ്മൾ മെട്രിക് സ്പേസ് വിളിക്കും. അപ്പോൾ മെട്രിക് സ്പേസ് എന്താ, ഇറ്റ് ഈസ് എ സെറ്റ് എക്സ് സച്ച് ദാറ്റ് അതിൻ്റെ അകത്തുള്ള ഏത് 2 പോയിൻ്റ് PQ എടുത്തു കഴിഞ്ഞാൽ അതിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റിയൽ നമ്പർ ഉണ്ടായിരിക്കണം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബോർഡിൽ അത് ഫുള്ളായി എഴുതി തരാൻ പറഞ്ഞിട്ട് ആദ്യം വാക്കാലെ പറയട്ടെ. ഒരു മെട്രിക് സ്പേസ് പറഞ്ഞാൽ എന്താ, ആ ഒരു സെറ്റാണ്. ഇവിടെയൊക്കെ പോലെ തന്നെ ഒരു സെറ്റ് എക്സ് ഉണ്ടാവും. ആ എക്സിൻ്റെ അകത്തുള്ള ഏത് 2 പോയിൻ്റ് PQ എടുത്തു കഴിഞ്ഞാൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് റിയൽ നമ്പർ ഉണ്ടാവും. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ റിയൽ നമ്പറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ആ റിയൽ നമ്പർ നമ്മൾ എന്ത് വിളിക്കും, സാധാരണ ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ആ ഡിസ്റ്റൻസിന് എന്താ പ്രത്യേകത, DPQ >0, if P not equal to Q, etc. ഈ 3 പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 3 പ്രോപ്പർട്ടീസുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയപ്പെടുന്ന നമ്പർ ഡിഫൈൻ ചെയ്ത് ഏതൊരു സെറ്റ് എക്സിനെ നമ്മൾ എന്ത് വിളിക്കും, മെട്രിക് സ്പേസ് എന്ന് വിളിക്കും. അപ്പോൾ മെട്രിക് സ്പേസ് ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മെട്രിക് സ്പേസിൽ എന്താ സംഭവിക്കണമെന്ന് അറിയോ, ഇനി നിങ്ങൾ അടുത്ത വീഡിയോകൾ ഇങ്ങനെ കണ്ടാൽ മതി. മെട്രിക് സ്പേസിൽ നമ്മൾ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഈ ഒരു സെറ്റ് എക്സ് വിത്ത് ദീസ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക. എന്നിട്ട് ആ സെറ്റിൻ്റെ അകത്തൊക്കെ നമ്മൾ തിയറങ്ങൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും എങ്ങനെയാണെന്നൊക്കെ വെയിറ്റ് ആൻഡ് സി. എന്നിട്ട് നമ്മൾ അതായത് മെട്രിക് സ്പേസിൽ കുറച്ച് തിയറം പ്രൂവ് ചെയ്യുന്നു തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിച്ചോ. അപ്പോൾ അവിടെ പ്രൂവ് ചെയ്യുന്ന തിയറകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് അറിയോ, അത് ഈ പറഞ്ഞ എല്ലാ സെറ്റിലും വർക്കൗട്ടാവും. ഇവിടെ വർക്കൗട്ടാവും. അതായത് നമ്മൾ മെട്രിക് സ്പേസ് എല്ലാവർക്കും ഒരുമിച്ച് തിയറം ഉണ്ടാക്കുക. ഇവിടേക്ക് ഒരു തിയറം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇവിടെ അപ്ലിക്കബിളാണ്, ഇവിടെ അപ്ലിക്കബിളാണ്, ഇവിടെ അപ്ലിക്കബിളാണ്. ഇനി വേറെ ഏതെങ്കിലും സെറ്റ് അതിൻ്റെ അകത്ത് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവണം വിത്ത് ദീസ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടീസ്, വിത്ത് ദീസ് 3 പ്രോപ്പർട്ടീസ്. ഒരു ഡിസ്റ്റൻസിലെ ഏതെങ്കിലും സെറ്റ് നിങ്ങൾ ഭാവിയിൽ ഇഷ്ടം പോലെ കാണും. LP സ്പേസ്, അങ്ങനെ പല സ്പേസുകളുണ്ട്. അവിടെയൊക്കെ സെറ്റ് ഉണ്ട്, ഈ ഇതുപോലത്തെ ഒരു ഡിസ്റ്റൻസും ഉണ്ട്. അങ്ങനെ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്ത് ഏതൊക്കെ മെട്രിക് സ്പേസ് എന്ന് വിളിച്ചാൽ ഏതൊക്കെ സെറ്റ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്ന റിസൾട്ടുകൾ ഒറ്റയടിക്ക് ഹോൾഡ് ചെയ്യും. അതാണ് മെട്രിക് സ്പേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇവർക്കൊക്കെ വേണ്ടി ഒരുമിച്ച് തിയറം ഉണ്ടാക്കുക. അപ്പോൾ ഇനി ചോദ്യം നമ്പർ 1, എൻ്റെ ഈ 3 പ്രോപ്പർട്ടി മാത്രം എടുത്തത് 3 അധികം എടുത്തുകൂടെയിരുന്നോ? അതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാമോ, നമ്മൾ പ്രോപ്പർട്ടീസ് കൂടുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ കുറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാണ്, ഇപ്പോൾ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, കണ്ണുള്ള, മൂക്കുള്ള ഒരു ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാൻ വരും, സിംഹം വരും, പുലി വരും, കുരങ്ങ് വരും, മനുഷ്യനൊക്കെ വരും. കാരണം കുറഞ്ഞ പ്രോപ്പർട്ടീസ് എടുത്തുള്ളൂ. പക്ഷേ കൂടുതൽ ഞാൻ ഇങ്ങനെ പറയാം, നടക്കുന്ന, വാലില്ലാത്ത, സംസാരിക്കുന്ന, ചിന്തിക്കുന്നൊരു ജീവി എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ മാത്രമായി പോയില്ലേ. പ്രോപ്പർട്ടീസ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് സ്പെസിഫിക് ആയി പോകും. അപ്പോൾ അതിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കേഷൻ ഇല്ലാതായി പോകും. അതാ അവിടെ സംഭവിക്കും. ഞാൻ ഇനിയും പ്രോപ്പർട്ടീസ് കൂട്ടുമ്പോൾ അത് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോവും. നിങ്ങൾ കൂടുതൽ ആലോചിക്കാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ പ്രോപ്പർട്ടീസ് കൂട്ടാത്തതിൻ്റെ കാരണം എന്താ, ഏതെങ്കിലും സ്പേസിൽ വളരെ ജനറൽ ആയിരിക്കണം. പ്രോപ്പർട്ടീസ് കുറയുമ്പം നമുക്ക് കൂടുതൽ സ്പേസിൽ കൊണ്ട് അപ്ലൈ ചെയ്യാം. കാരണം കുറഞ്ഞ പ്രോപ്പർട്ടീസ് നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ അത് കൂടുതൽ സ്ഥലത്ത് അപ്ലിക്കബിൾ. പ്രോപ്പർട്ടീസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ 4ാമത്തെ ഒരു പ്രോപ്പർട്ടി വെക്കുമ്പോൾ ആ പ്രോപ്പർട്ടി ഇല്ലാത്ത സ്പേസിൽ നമ്മളെ തിയറം വർക്കൗട്ട് ആവില്ല. പിന്നെ വേറെ രസകരമായ സംഭവം എന്താ അറിയോ, റിയൽ അനാലിസിസിൽ നമ്മളെ എന്താ ഉള്ള സാധാരണ നമ്മൾ യൂഷ്വൽ ഡിസ്റ്റൻസ് ഒക്കെ അല്ലേ, ഇവിടെ R2 അല്ലേ സാധാരണ നമ്മൾ പരിചയമല്ലേ, ഡിഗ്രിക്കൊക്കെ പരിചയമല്ലേ, അവിടെ വിത്ത് സാധാ ഡിസ്റ്റൻസ്, ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത സാധാ ഡിസ്റ്റൻസുള്ള ആ പ്ലെയിനിലുള്ള മിക്കവാറും തിയറങ്ങൾ ഈ മെട്രിക് സ്പേസിൽ ഈ 3 പ്രോപ്പർട്ടീസ് വെച്ച് മാത്രം പ്രൂവ് ചെയ്യാൻ കഴിയും. അതൊരു അത്ഭുതമാണ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കാണും. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ച്
ആ റിയൽ അനാലിസിസ് പഠിച്ച തിയറങ്ങൾ അതൊന്നും വേണ്ട, അവിടുത്തെ വലിയ സ്ട്രോങ് ഡിസ്റ്റൻസ് ഒന്നും വേണ്ട. ഈ പറഞ്ഞ 3 പ്രോപ്പർട്ടീസുള്ള ഏത് സ്പേസിലും ഹോൾഡ് ആവും എന്നുള്ളതൊക്കെ കാണും. ഇതിവിടെയൊക്കെ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. വെയിറ്റ് ആൻഡ് സി ബോർഡിൽ ഇരുന്നാൽ മതി, ഒക്കെ മനസ്സിലായിക്കോളും. അപ്പോൾ അത് ഒരു രീതി, ഒരു സംഭവം. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് 3 ചുരുക്കാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു. അത് ഇനി പിന്നെ അങ്ങനെ ആകുമ്പോൾ ചോദ്യം, അങ്ങനെ ആ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ എന്ന്. അതിന് ഉത്തരമുണ്ട്. സത്യം പറഞ്ഞാൽ അത് കുറച്ചാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ടോപ്പോളജി തന്നെ സംഭവം വരും. അതിനകത്ത് ഈ സ്പേസിലുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഒരുപാട് തിയറങ്ങളിലെ ഈ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ പ്രൂവ് ചെയ്യും. ഇത് ഏതുപോലെ അറിയാം, പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ഫാദർ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീക്കതൊരു രസം ഉണ്ടാവില്ല, എനിക്ക് കുട്ടിക്കാത്തൊരു രസം ഉണ്ടായിരുന്നു. കഥ അതാണ്. ഒരു ഹാജിയാർ എങ്ങാണ്ട് ഒരു സർക്കസ് കാണാൻ പോയത്രേ. അപ്പോൾ അവിടെ സർക്കസിൽ ഒരു വലിയ വളയുണ്ട്, അതിലൂടെ അങ്ങനെ ചാടുകയാണ്, ഒരു സർക്കസിലുള്ള ആൾ ചാടുകയാണ്. അപ്പോൾ ആചാര്യ ഇങ്ങനെ നോക്കിക്കാണ്. പിന്നെ നോക്കുമ്പോൾ അയാൾ കുറച്ചുകൂടി ചെറിയ വളയത്തിനുള്ളിൽ കൂടി ചാടി, പിന്നെയും നോക്കുമ്പോൾ പിന്നെയും ചെറിയ വളയത്തിനുള്ളിൽ കൂടി ചാടി. അപ്പോൾ അങ്ങനെ കുറേ 3-4-5 ചെറിയ വളയത്തിനുള്ളിൽ കൂടെ ചാടിപ്പോൾ ആചാര്യ പറയാണ്, ഓ ഇങ്ങനെ ആണെങ്കിൽ വളയല്ലാണ്ടേയും ചാടുമല്ലോ എന്നുള്ളൊരു രീതി. ഏകദേശം അതുപോലെയാണ് നമ്മൾ ടോപ്പോളജിയിലേക്ക് എത്തുമ്പോൾ. നമ്മൾ ഈ കുറഞ്ഞ പ്രോപ്പർട്ടീസ് കൊണ്ട് നമ്മൾ ഒരുപാട് സാധനം മെട്രിക് സ്പേസിൽ ഇങ്ങനെ പ്രൂവ് ചെയ്ത് വെക്കും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ കാണും ഈ പ്രോപ്പർട്ടീസും വേണ്ട ആ സാധനങ്ങളൊന്നും പ്രൂവ് ചെയ്യാൻ. അതാണ് ടോപ്പോളജി. അപ്പോൾ ഇതിലും കുറഞ്ഞ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഈ തിയറകളൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻസർ ഉണ്ട്. ടോപ്പോളജിയിൽ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ മെട്രിക് സ്പേസിൻ്റെ ഒരു ഡിസ്റ്റൻസിൻ്റെ ഒരു ചെറിയ സ്മെല്ല് അതിനകത്തുണ്ടാവും. അത് നമ്മൾ അവിടെ എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രോപ്പർട്ടീസ് ഇത്ര വേണമെന്ന് വെച്ചാൽ ഇത്ര വേണ്ടാത്തയും സ്റ്റഡികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ആവശ്യത്തിലധികമായി. അപ്പോൾ മെട്രിക് സ്പേസിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ ഞാൻ ഇനി നിങ്ങളൊരു ബുക്ക് നോക്കി എഴുതി പോരെ, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് മാച്ചിട്ട് ഇവിടെ ചുമ്മാ എഴുതിയിട്ടും ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ ബോർഡുമ്പോൾ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാനിത് മാച്ചിട്ട് ഒരു സെക്കൻഡ് നേരം ഒരു വീഡിയോ കൂടി ലെങ്ത് ആയിട്ടുണ്ടാവും. അവിടെ അത് ബോർഡുമ്പോൾ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ ഫോർമലി കാണാം.